പരിശുദ്ധൻ 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 നാമത്തിൽ വന്നവരും പരിപാലിക്കുന്നതുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതിനെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കരുണ ചെയ്യണമേ. നമസ്കാരം. ഞങ്ങളുടെ പാവം നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് ഞങ്ങളെ ദ്വേഷിച്ച് മഹത്വത്തിലേക്ക് നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ കർത്താവ് ശംശയമായിട്ടപ്പെട്ടവനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സമയത്തിലും ആത്മാവിനോട് അപേക്ഷിക്കുന്നു. ദുഷ്ടന്മാരായ മത്സരക്കാരനവരുകളിൽ നിന്ന് അദൃശ്യരായ അന്ധകാരാസനകളിൽ നിന്ന് ദാസിനെ സംരക്ഷിച്ച് സകലത്തിന്റെ സൃഷ്ടിതാകുന്ന സൃഷ്ടിശക്തിയുള്ള വചനത്താൽ വീണ്ടവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തിന്മയാകട്ടെ അവനവനാൽ പ്രവർത്തിച്ചുള്ളവരെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ വന്നുകൊടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിൽ ഞാൻ അവരിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുകൊണ്ട് അരുളിച്ച വചനം ഞങ്ങൾ നിന്റെ ദാസനിൽ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും
നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയ സ്തോത്രം കരയിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോ തിരുസന്നിധിയിലേക്ക് നേടുത്തിരിക്കുന്നതിനാൽ തിരുപ്രാവശ്യരിക്കുന്നതായ ദാസന്റെ ആത്മാവിനുടയിൽ നിനക്ക് ഈ സമയത്ത് സമർപ്പിച്ചിരിക്കുന്നതായ ധൂപത്തെ കൈക്കൊള്ളണമേ. സ്വർഗീയ ഊർജ്ജലേഖ മോഹനീയമായ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ദാസനെ അർഹനാക്കി തീർക്കണമേ. കാണണമേ ഞാനുദ്ധാരതൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമോനമോദമിൽ പോലും ഉൽമിലമിൽ ഹല്ലേലൂയ ഏർപ്പാടിൻ വേളയിൽ ആത്മാമേയോടുരചയാനന്ദപകാരമേകയോ ധനസമ്പാദ്യങ്ങൾ നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്ത നാളിൽ ഫലമുളവായേ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥകേ സിംഹാസന സന്നിധാനം പോകും Chipana
നീയൻ സങ്കേതം മിത്രം ചാവരുടൽ പാതാളത്തിൽ നിൻ ശ്രീവായാണ് ഞാൻ നിങ്ങളിൽ ശാന്യവാര്യന്മാരെ പ്രാർത്ഥിപ്പിൻ സ്ഥലം നോക്കി പോകുന്നു ദേവാനിൻ ശരണി നിദ്രയിലായോ രാത്രി നിങ്ങൾ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ആദ്രതയാൽ നാഥാദേവ ദാസനെ ഗണമേ പുണ്യം നിർത്തണമേ വലമായിവനെ. വിശ്വാസികളെ, കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായി, നാടിൻ്റെ പ്രകാശമായി നമുക്കൊക്കെയും ഏറെ സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞു തന്ന ദേവിച്ചായൻ നമ്മളോട് യാത്ര പറയുകയാണ്. ഏറെ നാളുകളായി രോഗാവസ്ഥയിലും വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥയിലും കഴിഞ്ഞു വരികയായിരുന്നു. നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടും വേറിട്ട് നിൽക്കുന്നതായ വ്യക്തിത്വം കൊണ്ടും തൻ്റെ പ്രാഗൽഭ്യത്തെ എല്ലാ രംഗങ്ങളിലും തെളിയിച്ച് ശോഭിച്ച ഒരു ദേഹമായിരുന്നു നമുക്ക് സ്നേഹിക്കപ്പെട്ട ദേവിച്ചായൻ. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവിൻ്റെ പേര് എക്കാലവും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും എന്നുള്ളതിന് സംശയമില്ല. വിദേശത്തായിരിക്കുന്നതായ സമയത്തും ഈ സ്വന്തം ഇടവക പള്ളിയെക്കുറിച്ച് അതീവ ജാഗ്രതയുള്ളവരായി, ഉണർവുള്ളവരായി പ്രവർത്തിക്കുകയും അമേരിക്കയിലുള്ളതായ നമ്മുടെ ദേവാലയങ്ങൾക്കൊക്കെയും സജീവത്വം കൊടുക്കുന്നതിന് ഇദ്ദേഹം വളരെയേറെ ഉത്സാഹിച്ചിട്ടുണ്ട്. പ്രതിസന്ധികള്, പരീക്ഷണങ്ങള് ഈ ഭദ്രാസനത്തിൽ തെക്കൻ പ്രദേശത്ത് വളരെയേറെ അനുഭവിക്കേണ്ടി വന്നതായ നിരവധി ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിൽ ഒട്ടും പുറകോട്ട് പീഡനങ്ങളേറ്റതായ ചരിത്രത്തിൽ പുറകോട്ട് നിൽക്കുന്നില്ല. തട്ട സെന്റ് മേരീസ് യാക്കോബായ ശ്രീയാണ്ടിപ്പള്ളി ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ 60 കുടുംബങ്ങളെ ഇന്ന് സത്യവിശ്വാസത്തിൽ നിലനിന്ന് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ മഹാമനസ്കതയും സന്മനസ്സും ദൈവത്തോടും പരിശുദ്ധ സഭയോടുമുള്ളതായ വിശ്വാസ തീഷ്ണതയും ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്നതായ ഒരു സംഗതിയാണ്. ആദ്യം ഒരു ദേവാലയത്തിന് സ്വന്തം സ്ഥലം നൽകി, അവിടെ നിന്ന്
വിശ്വാസം പരിപാലിക്കുന്നതിന്, കാത്തു സംരക്ഷിക്കുന്നതിന് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായി മാറിയപ്പോൾ തീർച്ചയായും മുന്നോട്ട് വന്ന് ഇഷ്ടം പോലെ എടുത്തുള്ളൂ എന്ന് സൗമനസ്യത്തോടെ പറയുകയുണ്ടായി. അതിന്റെ കൂടെ അംഗങ്ങളുടെ പരിശ്രമം കൂടി ആയപ്പോൾ ഇന്ന് കാണുന്നതായ സെന്റ് മേരീസ് ദേവാലയം അവിടെ ഉയരുന്നതിനിടയായി. അതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ കുടുംബം ഇതിലെയുള്ളതായ അംഗങ്ങളൊക്കെയും തുടർച്ചയായി ദേവാലയത്തിന് വേണ്ടി സാമ്പത്തികമായി ഏറെ സഹായങ്ങൾ പറഞ്ഞാലും ചെയ്യാത്ത വിധത്തിലുള്ളതായ സഹായ സഹകരണങ്ങൾ നൽകി അമ്മയുടെ നാമം ഈ പ്രദേശത്ത് ഒരു ദിവ്യ മധ്യസ്ഥയായിത്തീരുന്ന തക്കോണമായി ഈ കുടുംബം കാരണമായി മാറുകയുണ്ടായി. സംഭവബന്ധമായിട്ടുള്ളതും സൗഭാഗ്യകരവും അതേസമയം തന്നെ സൗഭാഗ്യകരവുമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു വ്യഭിചാരി. സംഭവത്തിലെന്ന് ഞാൻ പറയുമ്പോൾ ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെയും വിദേശത്തായിരുന്നതായ ഒരു ചെറിയ കാലഘട്ടം ഒഴിച്ച് ബാക്കിയുള്ളതായ സമയത്തൊക്കെയും നിറഞ്ഞു നിന്ന് നാടിന്റെ വികസനത്തിനായി എല്ലാ വിഭാഗം ആളുകളുടെയും ശ്രദ്ധ, പിന്തുണ പിടിച്ചുപറ്റി പ്രവർത്തിക്കുന്നതിന് ഇദ്ദേഹം കാണിച്ചിട്ടുള്ളതായ ധൈര്യം ഈ ദേശത്തിന്റെ മക്കളുടെ മനസ്സിൽ എക്കാലവും ഉണ്ടായി. പന്തളത്തേക്കര പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ രംഗത്ത് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതേപോലെ തന്നെ ഈ നാടിന്റെ സാംസ്കാരികമായ രംഗങ്ങളിലൊക്കെയും ഏറെ സമയം പ്രവർത്തിക്കുകയും ആ രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകുകയും ചെയ്യും. ഈ ഇടവക ഈ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിലെ ഓരോ അംഗങ്ങളോടും പ്രത്യേകമായി അവരുടെയൊക്കെയും പേർ ചൊല്ലി വിളിച്ച് ഈ ഇടവക സ്നേഹവാത്സല്യങ്ങളെ അറിയിക്കുകയാണ്. ദൈവം ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിച്ചതിന്റെ കാരണം ഈ പിതാവിന്റെ സഭയോടുള്ളതായ സ്നേഹത്തിന്റെ ഫലമായി കാണിച്ച വിശാലമായ സന്മനസ്സാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളതായ ഒരു ഭാഗ്യാവസ്ഥ ലഭിക്കുകയുള്ളൂ. അതിലധികം പ്രാവശ്യം ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി സ്ഥലം കൊടുക്കുന്നതിന്, ദേവാലയം നിർമ്മിക്കുന്നതിന്, ആരാധന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന്, ജനത്തെ ദൈവവിശ്വാസത്തിൽ നിലനിർത്തുന്നതിന്, മറ്റുള്ള ആളുകളെയൊക്കെ ദൈവത്തിലേക്ക് അതുവഴിയായി സമീപിക്കുന്നതിന് ഇങ്ങനെ ബഹുവിധമായ രീതിയിൽ മതപരമായി സഭാപരമായി ഉള്ളതായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പരിശുദ്ധ സഭയുടെ ഭദ്രാസനത്തിന്റെ ഈ ചരിത്രത്തിനേക്കാളും ഓർക്കപ്പെടും. മക്കളൊക്കെയും അമേരിക്കയിലുള്ളതായ നമ്മുടെ ദേവാലയങ്ങളെ ജീവസ്വത്തരാക്കി തീർക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ബഹുമാനപ്പെട്ട അഭിജോ അച്ഛൻ അറ്റ്ലാന്റയിൽ നിന്ന് 3 മണിക്കൂർ കാർ പിടിച്ച് ജോർജിയയിലെ ഒരു ചെറിയ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജീവിതമാർഗമായിരിക്കുന്നതായ ജോലിയും അതേസമയം സഭയോടുള്ളതായ പ്രതിബദ്ധതയും പ്രത്യേകമായി ഓർക്കേണ്ടതാകുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അനിയൻ കുഞ്ഞ് ലോങ് ഐലൻഡിലെ ക്യൂൻസിലുള്ളതായ നമ്മുടെ ദേവാലയത്തിൽ ഒരു നെടുന്തൂണായി പ്രവർത്തിക്കുന്നെന്ന് പറയുമ്പോൾ ഈ പിതാവിന്റെ ആ ശ്രേഷ്ഠത
എത്രമാത്രമാകുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതായ ആവശ്യമില്ല. മറ്റു മക്കളൊക്കെയും അവരവരായിരിക്കുന്നതായ സമയത്ത് സ്ഥലത്തും അവരവരായിരിക്കുന്നതായ സന്ദർഭങ്ങളിലും എപ്പോഴും വിശുദ്ധ സഭയോടുള്ളതായ ബന്ധത്തില് സഭാപിതാക്കന്മാരോടുള്ളതായ അനുസരണത്തിന് എപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന് പ്രത്യേകമായി എടുത്തു പറയട്ടെ. വിശുദ്ധ സഭയ്ക്ക് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, വിലാസനത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ളതായ സഹകരണവും അതേപോലെ തന്നെ തുറന്നു പറയാതിരിക്കുവാനായി നിർവാഹമില്ല. എണ്ണവോ കണക്കില്ലാതെ എത്രയോ സന്ദർഭങ്ങളിൽ സാമ്പത്തികമായ സഹായം കൈയയച്ച് ഉദാരമായ നിലയിൽ നൽകിയിട്ടുള്ളത് ദൈവത്തിന്റെ തിരുമുമ്പാകെ ഓർക്കപ്പെടും. ദൈവം അതിന് ന്യായമായിരിക്കുന്നതായ പ്രതിഫലവും അനുഗ്രഹങ്ങളും നൽകും എന്നുള്ളതാകുന്നു ഈ അവസരത്തിൽ പറയുവാനായിട്ടുള്ളത്. മനസ്സിലുള്ളവരെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വാക്കുകളിൽ പ്രകടിപ്പിക്കാവുന്നതായ ഒരു ദുഃഖമല്ല. ഈ വിളവ് നികത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ഒന്നാമതായി ഏറ്റവും പ്രമുഖമായി പ്രധാനപ്പെട്ടതായി ലഭിച്ചായിന്റെ പേര് ഓർക്കപ്പെടും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേര് ഓർക്കപ്പെടും. സഹോദരങ്ങളെ, പ്രത്യാശയുടേതായ ജീവിതമാകുന്ന ക്രിസ്ത്യാനിയുടേത് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലാകുന്ന നാമൊക്കെ നിലനിൽക്കുന്നത് ഏതാണ്ട് പ്രതിസായിൽ കർമ്മലംഘന മുഖാന്തരമായ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയതായ ജീവൻ, നിലനിൽക്കുന്നതായ ജീവൻ, നിത്യജീവൻ മനുഷ്യനെ വീണ്ടെടുത്തു കൊടുക്കുവാനായി ദൈവം തിരുമനസ്സായി ജഗമെടുത്ത് കുരിശിന്മേലുള്ളതായതിന്റെ പീഡനവും മരണം മുഖാന്തരമായി സാധാരണമേ ക്ലേശം നേടി പാപത്തെയും മരണത്തെയും ജയിച്ച് നിത്യജീവന്റെ അവകാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നത് മുതൽ വലിയ പ്രത്യാശ മനുഷ്യജാതിക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നവരായ ആളുകൾക്ക് നൽകപ്പെട്ടു. അവർ പ്രത്യാശയിലാകുന്നു എന്ന് നമ്മുടെ പിതാവ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ നിത്യജീവന്റെ, അതായത് പർദീസായുടെ ഇമ്പങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ലോകത്തിലെ ഇദ്ദേഹത്തിന്റെ സൗഭാഗ്യകരമായ, സന്തോഷകരമായ, ത്യാഗദുർഭരമായ ജീവിതത്തിന്റെ പ്രതിഫലം അത് നീണ്ടു നിൽക്കുന്നതും അവസാനിച്ചു പോകാത്തതുമാകുന്നു. വഴിത് നമുക്ക് ചെയ്യാവുന്നതായ സംഗതി. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ സഭ കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതായ ഒരു കടപ്പാട്, ഒരു ചുമതല മാത്രമേ നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇദ്ദേഹത്തിന്റെ പുനരുദ്ധാനത്തിന്റെ നാളിൽ ദൈവോത്തരം തേജസ്സോടുകൂടി മഹത്വത്തോടുകൂടി എഴുന്നേറ്റ് വരുന്നതായ സമയത്ത് തന്റെ ശബ്ദത്താൽ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് ഇടയായിത്തീരും. ഇതാകുന്നു നമ്മുടെ പ്രത്യാശ, ഇതാകുന്നു നമ്മുടെ വിശ്വാസം. സഭയും പിതാക്കന്മാരും ഇപ്രകാരം നമ്മെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലുള്ളവരെ, ഈ വേർപാടിൽ ഭദ്രാസനത്തിൻ്റെതായ ദുഃഖം അറിയിക്കുന്നു, അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തോട്, ഈ പള്ളിക്കും ഈ ദേവാലയത്തിനുള്ളതായ കടപ്പാടും സ്നേഹവും നന്ദിയും ആവർത്തിച്ച് അറിയിക്കുന്നു. ഈ മക്കളിലൊക്കെ നിലനിൽ വരാൻ വഴി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ആശ്വാസവും സമാധാനവും നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദ്രാസനത്തിന്റെയും സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെയും എല്ലാവിധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനത്തിലുള്ളതായ ഗോപ്രാർത്ഥനയാണ്. ഇവിടെ അനുശോചനം അറിയിച്ച അഭിമന്യ തിരുമേനി വന്യനായ മഞ്ഞിരിക്കരാട് അധിപൻ ദിവന്യാസ തിരുമേനി, കൊല്ലം ഭദ്രാസനത്തിന്റെ മാത്യൂസ് മാർ തേവോദോസ് തിരുമേനി, 3 പിതാക്കന്മാരുടെ എഴുന്നള്ളിയിട്ടുണ്ട്. തേവോദോസ് തിരുമേനി ഒരു ശമാശനായിരിക്കുന്ന കാലഘട്ടം മുതൽ ബേൽശാനെ അറിയാം.
കൊല്ലം നിരണം തുമ്പോൺ ഭദ്രാസനത്തിന് അടൂരിൽ ആസ്ഥാനം പണിയണമെന്ന് കാലം ചെയ്ത കുര്യാക്കോസ് മാർ കൂർലോസ് തിരുമേനി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അഭിമന്യ പിതാവ് ഒരു ശമ്മാസനായിട്ട് അവിടെ ശുശ്രൂഷിക്കുന്ന കാലവും മുതൽ ബേരിച്ചാനെ അഭിമന്യ തിരുമേനിക്കറിയാം. അതുപോലെ മീലിത്തോസ് തിരുമേനി വൈദികനായി ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്ത് ശുശ്രൂഷിക്കുന്ന സമയത്തും ബേരിച്ചാന്റെ സേവനങ്ങളെ രുചിച്ചറിഞ്ഞതാണ്. മഞ്ഞിരിക്കല ദേറായി അഭിമന്യം കാലം ചെയ്ത യാക്കോമാർ യൂലിയോസ് തിരുമേനിയാണ് തട്ടാസന്മേരി ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായ ഒരു സമയത്ത് ബേരിച്ചാൻ പടുത്തുറക്കര കടയുടെ ഇടയിലെ ഭിത്തി പൊളിച്ചിട്ട് അവിടെ ആദ്യമായിട്ട് വന്ന് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ഈ ജനത്തെ സത്യവിശ്വാസത്തിൽ പിടിച്ചു നിർത്തി. അങ്ങനെ മഞ്ഞിരിക്കല ദേറായുമായിട്ടും ഭദ്രാസനവുമായിട്ട് ഏറ്റവും അടുത്ത ബേരിച്ചാനായിരുന്നു. അടൂരിൽ വന്നതായ ഭദ്രാസനാസ്ഥാനത്തിന് 1982 10,000 രൂപ കൊടുത്ത് അതിൻ്റെ പണിക്ക് ആദ്യമായിട്ട് സഹകരിച്ചത് ബേരിച്ചാനാണ്. ഇന്നും അവിടെ ആ ഹോളിൽ ബേരിച്ചാന്റെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. മീലിത്തോസിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വാസത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഇടവജീവിതത്തെയും ഈ സമൂഹത്തെയും പിടിച്ചു നിർത്തിയത് ബേരിച്ചാൻ തന്നെയാണ്. ഇവിടെ ആദ്യമേ ഒരു വ്യക്തി പറഞ്ഞു, സമൂഹത്തിലെ കാര്യങ്ങൾ 1978 മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ വരുമ്പോൾ ഈ പാടത്ത് നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. ബേരിച്ചാൻ ഇവിടെ നിന്ന് ചെന്ന് അത് ആദ്യമേ പദമാണെന്ന് പണിക്കാർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആ നെല്ല് പൂർണ്ണമായിട്ട് അളന്ന് തീർക്കുകയുള്ളൂ. ബേരിച്ചാന്റെ കൈകൊണ്ട് നെല്ല് കിട്ടണമെന്നാണ് തൊഴിലാളികൾ ആഗ്രഹിച്ചത്. അങ്ങനെ എല്ലാ കാര്യത്തിലും പല അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. വിശ്വാസത്തിൽ സഭയെ ഉറപ്പിച്ച് കാര്യങ്ങളൊക്കെ അഭിനന്ദ തിരുമേനി ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു. മത്സരങ്ങളുടെ ഈ പിതാവിൻ്റെ അന്ത്യം വളരെ ഭാഗ്യാവസ്ഥയാണ്. 3-ാം തീയതി വൈകിട്ട് ഞാനും ബഹുമാനപ്പെട്ട ട്രസ്റ്റിയും കൂടി ഭവനത്തിൽ കടന്നു വന്ന് പള്ളി പെരുന്നാളിനെ സംബന്ധിച്ച് സംസാരിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം രാവിലെ വൈകിട്ട് 8 മണിക്ക് ഭാര്യയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ചു കുടിച്ചിട്ട് അദ്ദേഹം അവസാനത്ത് പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നൊരു വാക്ക് മാത്രമാണ് ബേരിച്ചാന്റെ വായിൽ നിന്ന് അവസാനമായിട്ട് വന്നത്. അതോടുകൂടി ഇന്ത്യ സംഭവിച്ചു. ഇതുപോലെ ഒരു ഭാഗ്യമായ മരണം ആർക്ക് ലഭിക്കുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. യാതൊരു മരണത്തിൻ്റെ യാതൊരു വിധവുമായ വിപ്രാളങ്ങളോ ഒന്നുമില്ല. കിടന്ന കിടത്തിൽ തന്നെ കണ്ണടച്ച് അവസാനം പറഞ്ഞത് എൻ്റെ ദൈവമേ എന്നാണ് ദൈവം പറഞ്ഞത്. ഇവിടെ എല്ലാവരും ഓർമ്മപ്പെടുത്തി. കൊച്ചുമകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു, കിടന്ന് ഉറങ്ങത്തില്ല. മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചിരുത്തി പ്രാർത്ഥന നടത്തും. അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അഭിമന്യനായ എൽദോമാർ തീത്തോ തിരുമനസ്സുകൊണ്ട് ഭവനത്ത് എഴുന്നള്ളിയിട്ടുണ്ട്. വളരെ ഭാഗമായി ഭവനക്കാർക്ക് വേണ്ടി സ്വാഗതം ചെയ്തു. അങ്ങനെ നല്ല ഒരു ജീവിതത്തിന് ഉടമയായി പ്രാർത്ഥനാപൂർണമായ ജീവിതം നയിച്ച ഈ ബഹുമാനപ്പെട്ട ബേരിച്ചാന്റെ ദുഃഖത്തിൽ തട്ടാ സെന്റ് മേരീസ് പള്ളിയുടെ അഗാധമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. പള്ളി ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, ഈ ഭവനക്കാരെക്കാൾ കൂടുതൽ നഷ്ടം ഞങ്ങളുടെ പള്ളിക്കാണ്. ഞങ്ങളുടെ പള്ളിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നികത്തി തരുന്ന ബേരിച്ചാനാണ്, കുടുംബമാണ്. എങ്കിലും മക്കൾ ഇന്ന് ശക്തരാണ്, എന്ത് ചെയ്യുവാൻ തയ്യാറായിട്ട് അവർ മുന്നോട്ട് നിൽക്കുകയാണ്. എങ്കിലും ബേരിച്ചാന്റെ വിടവ് തന്നെയാണ്. പള്ളിയുടെ എല്ലാവിധമായ അനുശോചനവും ഭക്ത സംഘടനകളുടെയും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈദികരെല്ലാവരുടെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുൻ വൈദികർ വിളിപ്പോൾ എല്ലാവരും മുൻ വൈദികര, അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ബേരിച്ചാനെ പറ്റി. അദ്ദേഹം വൈദികരോട് ചെയ്തതായ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയിലുള്ള എല്ലാ വൈദികരുടെയും പേരുള്ളതായ അനുശോചനം ഈ കുടുംബത്തെ അറിയിക്കുന്നു. ഏറ്റവും മുന്നിലായ സംഘം, അതിൻ്റെ പുറകിലെ കുരിശ്, അതിൻ്റെ പുറകിലെ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഏറ്റവും പുറകിലെ മക്കളെല്ലാവരോടും ചേർന്ന് മൃതശരീരം വഹിച്ചുകൊണ്ട് പോകും. ദൂരപ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യചുംബനമുണ്ട്. അത് വളരെ മക്കളിലൊപ്പം കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുക. Pro
ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ് സ്മരണകൾ മാത്രം വിണ്ണിൽ ബാക്കിയാകും. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു